ഹലോ ഗൈസ്, എന്താ നോക്കണേ? എന്നെ കാണുന്നില്ലല്ലോ എന്നാണോ? ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്, പിന്നെ ഇങ്ങനെ എന്നെ കാണാനാ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് കമ്പത്ത് നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ പോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. സോ നമ്മളിവിടെ വന്നു. എനിക്ക് പുറത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല മരങ്ങളും, സൈഡിൽ കൂടെ നല്ല മരങ്ങളും, പിന്നെ പുറകിൽ നല്ല മലയും എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആകാശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇവിടെ എല്ലാവരും ചർച്ചയിലാണ്, എങ്ങനെയാണ്, ഏത് സൈഡിലാണ് മുന്തിരിത്തോട്ടം ഉള്ളത്, ഇല്ലെങ്കിൽ ഏത് സൈഡ്, രണ്ട് സൈഡിലും ഓപ്പണിംഗ് ഉണ്ട്. സോ ആദ്യം ഏത് സൈഡിൽ പോകണം എന്നുള്ള ചർച്ചയിലാണ് ഇവിടെ. അതെ, അന്ന് അത് പോയപ്പോഴേ നല്ല ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നോ മറ്റേ പക്ഷി മൃഗമൊക്കെ പാമ്പൊക്കെ വെച്ചോണ്ടിരുന്നേ? ഇന്നും പാമ്പിനൊന്നും എടുത്തിട്ടോ. ഇവിടെ മറ്റേ ബ്രെയിൻ ടെസ്റ്റിന്റെ ഗെയിം ഒക്കെ ആൻഡ് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ലാത്ത പോലെ വെയിലാണ്. നല്ല പോലെ തലവേദന എടുക്കുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. സൂക്ഷിച്ച് നോക്കണം, എന്തെങ്കിലും കാണുന്നു. കണ്ണിങ്ങനെ ചുളിച്ചു പിടിച്ച് കാണുന്നതല്ല. ഇവിടെ ഫ്രീ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും പൊരിഞ്ഞ വെയിലത്തിരുന്ന കൊച്ചു ഊഞ്ഞാലടന്ന് നോക്കിക്ക്, സമ്മതിക്കണം. ബാക്കിയുള്ളവർ ഇവിടെ പൊരിഞ്ഞ് കരിഞ്ഞുപോയി. ഹായ് ചേച്ചി. റോഡിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് രണ്ട് മുന്തിരിത്തോട്ടമുണ്ട്. അതായത് നമുക്ക് രണ്ട് സൈഡിലും എൻട്രൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന രണ്ട് സൈഡുണ്ട്. അതിൽ ഫസ്റ്റ് സൈഡിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ. ഈ സൈഡിലൊക്കെ കാണുന്ന മുന്തിരിങ്ങയാണ്, ആളുകൾ കയറാത്ത മുന്തിരിങ്ങ കേട്ടോ. അതായത് ഇവിടേക്കൊന്നും പ്രവേശനമില്ല. നീ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയാൽ ഞാനെങ്ങനെ വീഡിയോ എടുക്കും? ഗൈസ്, നമ്മൾ ഉള്ളിൽ കയറി, നീ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ജ്യൂസൊക്കെ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. പൊരിഞ്ഞ വെയിലും, ആ വെയിലിനൊരു ചെറിയ ശമനം ഇതിൻ്റെ ഉള്ളിൽ കയറി കിട്ടിയിട്ടുണ്ട്. ആ, ഇറങ്ങാൻ പറ്റും. അങ്ങോട്ടില്ല, ഈ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ അവിടത്തില്ല. കെട്ടി വെക്കാത്ത മാത്രമേ ഉള്ളൂ, ഈ ഒരു സർക്കിളിൽ മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇറങ്ങാൻ പറ്റില്ല. നേരത്തെ അങ്ങ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്ത് കുഞ്ഞി, ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി ഇറങ്ങാൻ പറ്റും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പച്ച കളറിലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാനും പപ്പയും അമ്മയും കൂടി തന്നെ. അന്നേരം കുഞ്ഞൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ചീഞ്ഞത് പഴുത്തത് പച്ച. 500 രൂപയാണ് ഫൈന് പറിക്കുന്നവർക്ക്. പക്ഷെ ശരിക്കും ഇവിടെ പറിക്കുന്നവർക്ക് ഫൈനായിട്ടൊന്നും കൊടുക്കുന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത്രയും പേര് ഇങ്ങനെ ഇരുന്ന് പറിക്കുകയല്ലോ. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പേര് നമ്മൾ കണ്ടു. ഇതേപോലെ ചേട്ടന്മാരാണ് കൈകൊണ്ട് പിടിക്കുമ്പോഴല്ലേ പ്രശ്നം, ഇല്ലെങ്കിൽ കൈകൊണ്ട് പറിക്കുമ്പോഴല്ലേ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരെ ചെന്ന്, പൊക്കമുള്ളവരൊക്കെ നേരെ ചെല്ലുന്നു, വായും കൊണ്ട് കടിച്ചു പറിച്ച് തിന്നുന്നു. പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. നിങ്ങൾ ഇവിടെ ഓൾറെഡി പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാനായിട്ട് അവർ ഒരുപാട് നല്ലത് വെച്ചിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ളത് പറിച്ച് വെച്ചിട്ടുണ്ട്. ഈ വരുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഇത് നോക്കാം, ഇത് മുന്തിരിയുടെ കമ്പിതാ ചോട്. ഇതാണ് ചോട്. ഇതാണ് അതിന്റെ ചൂട്. നോക്ക്, ഇത് നട്ടു വെക്കൂ. ഇത് ഇങ്ങനെ നട്ടു വെക്കുമല്ല. ആ, ഓരോരോ സെക്ഷനായിട്ട് അവർ നട്ടേക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ പഴുത്ത് വരുമ്പം അത് പറിക്കുന്നു. അന്നത്തേനും അപ്പുറത്തെ സെക്ഷനിൽ അത് പച്ചയായിരിക്കും. ഇവിടെ പഴുത്ത് വെക്കുമ്പം അവിടെ പച്ച. എന്നിട്ട് ഇവിടുത്തെ സീസൺ കഴിയുമ്പോൾ അപ്പുറത്ത് മൂത്ത് പഴുക്കും. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് തിരക്കിലാണ്. പൊന്നൂസ് വീഡിയോ എടുക്കുന്ന തിരക്കിൽ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തെ പോർഷൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആളുകൾ തൊടാത്ത മുന്തിരിങ്ങയൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു, ഒന്നും ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു സെക്ഷൻ്റെ അപ്പുറത്ത് ആ പച്ച കളറിൽ കാണുന്നു, അതെല്ലാം മുന്തിരിങ്ങ തന്നെയാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം.
ഫോട്ടോഗ്രാഫി. മുന്തിരി തൈയൊക്കെ മേടിക്കാൻ കിട്ടും. നിറച്ച് തിരക്കല്ലേ. സെൽഫി ആക്കാം. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. ഇത് പച്ചമുന്തിരിയുടെ സെക്ഷനാണ് കേട്ടോ. പച്ചമുന്തിരി അടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ആഹാ, കുട്ടപ്പൻ. ഇത് തന്നെ അപ്പുറത്തും കാണാമല്ലോ. എന്നാലും നമുക്ക് ഇനി അപ്പുറത്തൂടെ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണം. അപ്പം നമുക്ക് പോവാം കേട്ടോ. ചുവട്ടിൽ എല്ലാത്തിൻ്റെ ചുവട്ടിൽ വെള്ളം വീഴുന്നു. നോക്കിയേ, നോക്ക്, കണ്ടോ നീയാ? കണ്ടോ അല്ലേ? തുള്ളി തുള്ളിയായിട്ട്. എന്നാൽ ഇല്ലെന്ന് തോന്നുന്നു, ഒത്തിരി വെള്ളം വേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ ചൈനീസ് സിനിമയിലൊക്കെ പക്ഷേ ചള്ളക്കകത്താണല്ലോ മുന്തിരി കിട്ടുന്നത്. അത് വെള്ളം ഒഴിച്ച് ചെള്ളായി മുന്തിരിത്തോട്ടം. അതുണ്ട്. അവർ ആ വേലിയിട്ട് കൊടുത്ത് മാത്രം പഴുത്തത്. നമ്മൾ കയറിപ്പോന്നപ്പോൾ കണ്ട കടയാണ് ഇത്. ഇവിടെ മുന്തിരി അച്ചാറുണ്ട്, അതുപോലെ സ്ട്രോബെറി ഉണ്ട്, ചോളം, പിന്നെ ഉണക്കമുന്തിരി ഉണ്ട്. മുന്തിരിയുടെ തൈയൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ 3 കിലോ ബോക്സിന് 240, 5 കിലോയുടെ 400. നമ്മൾ 2-3 തൈയൊക്കെ മേടിച്ചിട്ടുണ്ട്. വളരുമെന്നറിയില്ല. കുട്ടി കുട്ടി ഇലകൾ കണ്ടോ ഗൈസ്. ഫ്രഷ് മുന്തിരി ഇപ്പോൾ പറിച്ചുകൊണ്ട് വെച്ചതേ ഉള്ളൂ. നല്ലപോലെ വിഷം അടിച്ച മുന്തിരിയാണ് കേട്ടോ. എല്ലാം നല്ലപോലെ ഉപ്പിലൊക്കെ ഇട്ട് കഴുകിയിട്ടേ കഴിക്കാവൂ. പിന്നെ സ്ക്വാഷൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് ഞാൻ കുറച്ച് വൈനും കൂടെ കണ്ടു. നമ്മൾ 2 സ്പെഷ്യൽ സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഗൈസ്. ഇനി നമുക്ക് ഒരു ചെറിയ ഐസ്ക്രീമോ തണുത്ത എന്തെങ്കിലും കൂടെ കഴിക്കാം. നല്ല പൊരിഞ്ഞ ചൂടാ. സോ ഐസ്ക്രീമും കൂടെ കഴിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. പിന്നെ വേണ്ടേ? ചോക്കോബാർ. ഞാനും ചോക്കോബാറാ. ഇവിടെ ടേബിളിൽ നിറച്ച് ഈച്ചയാണ്.